നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊന്നക്കുടിയിൽ വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും പൊള്ളലേറ്റ യുവാവ് മരിച്ചു. തണ്ടാപ്പള്ളി ആന്റു മകൻ 35 വയസ്സുള്ള അരുണാണ് മരിച്ചത്. പാലിയേക്കര ടോൾ നിരക്ക് വർധനവ് AIYF പ്രതിഷേധം സംഘടിപ്പിച്ചു. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 85 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതായി ആക്ഷേപം. നടനും MLAയുമായ മുകേഷിന് കൂടുതൽ കുരുക്ക്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ തൃശൂർ വടക്കാഞ്ചേരിയിലും കേസ്. മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെയുള്ള ദേശീയപാതയിലെ നിർമ്മാണ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി MPയും MLAയും അടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. 3 മുറി സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. വിശദമായ വാർത്തയിലേക്ക്. കൊന്നക്കുടിയിൽ വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും പൊള്ളലേറ്റ യുവാവ് മരിച്ചു. തണ്ടാപ്പള്ളി ആന്റു മകൻ 35 വയസ്സുള്ള അരുണാണ് മരിച്ചത്. 30-ാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. സംഭവത്തെ തുടർന്ന് യുവാവിനെ തീവ്രവിഭാഗത്തിൽ നിരീക്ഷിച്ചു വരുന്നതിനിടെ ഇന്ന് രാവിലെയായിരുന്നു മരണം. സംഭവം നടന്ന ഉടനെ യുവാവിനെ ആദ്യം ചാലക്കുടിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ഹോസ്പിറ്റലിലേക്കും മാറ്റിയിരുന്നു. അപകടമുണ്ടാവാൻ ഇടയായ സാഹചര്യം ഇപ്പോഴും വ്യക്തമല്ല. മാസങ്ങളായി യുവാവ് വീട്ടിൽ തനിച്ചാണ് താമസിച്ചിരുന്നത്. പിതാവ് പരേതനായ TP ആന്റു, മാതാവ് ആനി, സഹോദരി അഞ്ചു. സംസ്കാരം നാളെ ഉച്ചതിരിഞ്ഞ് 3:30 കൊന്നക്കുടി സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടക്കും. പാലിയേക്കര ടോൾ നിരക്ക് വർധനവ് AIYF പ്രതിഷേധം സംഘടിപ്പിച്ചു. പാലിയേക്കര ടോൾ നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പരേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹനങ്ങൾക്ക് ഒരു ദിവസത്തെ ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക് 5 രൂപയാണ് വർദ്ധിപ്പിച്ചത്. എല്ലാ വാഹനങ്ങൾക്കും 10 രൂപ മുതൽ 40 രൂപ വരെ മാസനിരക്കുകളിൽ വർധനയുണ്ട്. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് മാസനിരക്കിൽ 15 രൂപ കൂട്ടി. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് പ്രതിമാസ വർധനവ് 25 രൂപയാണ്. ബഹുചക്ര ഭാരവാഹനങ്ങൾക്ക് പ്രതിമാസം 40 രൂപയുടെ വർധനയുണ്ട്. കരാർ ലംഘനത്തിന് കരാർ കമ്പനിക്ക് 2129 കോടി രൂപ NHAI പിഴ ചുമത്തിയ സാഹചര്യത്തിലും കരാർ പ്രവർത്തികളും സേഫ്റ്റി ഓഡിറ്റിൽ നിർദ്ദേശിച്ച സുരക്ഷാ പ്രവർത്തികളും ചെയ്തു തീർക്കാത്ത സാഹചര്യത്തിലും സെപ്റ്റംബർ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കരാർ കമ്പനിയുടെ നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ചെലവ് വന്ന 721 കോടി രൂപയ്ക്ക് 2 ഇരട്ടിയായ 1450 കോടി പിരിച്ചിട്ടും കമ്പനി ജനങ്ങളെ കൊള്ളയടിക്കുന്നത് നോക്കി നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും. തൃശൂർ MP സുരേഷ് ഗോപിയും ടോൾ പ്ലാസയ്ക്കെതിരെ സമരം ചെയ്ത BJP യുവമോർച്ച പ്രവർത്തകരും ഇപ്പോൾ ടോൾ പ്ലാസയ്ക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാത്തത് BJPയുടെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയ പാപ്പരത്വത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ജനങ്ങളെ കൊള്ളയടിക്കുന്ന ടോൾ പ്ലാസ ചുങ്കപ്പിരിവ് അവസാനിപ്പിച്ച് എത്രയും വേഗം ജനങ്ങൾക്ക് സൗജന്യ യാത്ര ഒരുക്കണമെന്ന് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സഖാക്കൾ VK വിനീഷ്, VN അനീഷ്, റബീഷ് VR, PS അഖിൽ എന്നിവർ സംസാരിച്ചു. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 85 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതായി ആക്ഷേപം. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് ബാങ്ക് പ്രസിഡന്റ് AV ചന്ദ്രൻ. ബാങ്കിന്റെ മുൻ ഭരണസമിതി അംഗമായ നൈജോ കാച്ചപ്പള്ളി മറ്റൊരാൾ ബാങ്കിൽ കുടിശ്ശികയാക്കിയിരുന്ന വായ്പയ്ക്ക് ഈടുവെച്ച ഭൂമി കടം വീട്ടാതെ വാങ്ങി അത് ഈടുവെച്ച് 85 ലക്ഷം തട്ടിയെന്നാണ് ആരോപണം. CPM കൊടകര ലോക്കൽ സെക്രട്ടറിയാണ് നൈജോ. കടം വീട്ടാതെ ഭൂമിയുടെ രേഖ സംഘം നൽകില്ലെന്നിരിക്കെ അതേ ഭൂമി നൈജോ രജിസ്റ്റർ ചെയ്ത് വാങ്ങിയെന്നാണ് കണ്ടെത്തൽ.
ഒരു രേഖയും ഈട് നൽകാതെ സംഘത്തിൽ നിന്ന് സ്വന്തം പേരിലും അമ്മയുടെ പേരിലും 41,51,000 രൂപ വായ്പയെടുത്തുവെന്നും ഈ തുക ഉപയോഗിച്ച് ഭൂമിയുടെ ഈടിലുള്ള കടം വീട്ടി ആധാരം തിരിച്ചെടുത്തുവെന്നുമാണ് പറയുന്നത്. പിന്നീടാണ് ഇത് സംഘത്തിൽ ഈടുവച്ചത്. 41,51,000 രൂപ വായ്പയെടുത്ത ഭൂമിക്ക് സംഘം കണ്ട വില 29,80,800 രൂപയാണ്. ഇതിന്റെ പകുതി മാത്രമേ വായ്പ നൽകാൻ പാടുള്ളൂവെന്ന നിയമം നിലനിൽക്കെയാണ് 41,51,000 വായ്പ നൽകിയത്. പണമൊന്നും തിരിച്ചടയ്ക്കാതെ വായ്പ പുതുക്കി. മാർച്ച് 31 വരെ ഇതിന്റെ കുടിശ്ശിക 85,28,000 വായ്പയെടുക്കുന്നതിന് ക്രമക്കേട് നടത്തിയ പോലീസിൽ കേസ് കൊടുക്കാനും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാനും ജോയിന്റ് രജിസ്ട്രാർ സംഘം സെക്രട്ടറിക്കും അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും നിർദ്ദേശം നൽകിയെന്നും പറയുന്നു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും പാർട്ടിയുടെ സമ്മർദ്ദം കാരണമാണ് നടപടി വൈകുന്നതെന്നുമാണ് ആരോപണം. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ ആമ്പല്ലൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ ഗുരുതര അപാകത കണ്ടെത്തിയതായി സഹകരണ മന്ത്രി VN വാസവൻ ജൂൺ 24 നിയമസഭയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നൈജോയുടെ പേരിലുള്ള സ്ഥലം വെച്ചിട്ടാണ് ഇവിടെ ലോൺ എടുത്തിട്ടുള്ളതെന്നും അയാൾ വേറെ വായ്പ വെച്ച ആളുടെ ഭൂമി വാങ്ങി എന്നത് ശരിയാണെന്നും എന്നാൽ അയാളുടെ പേരിലുള്ള ഭൂമി മാത്രമാണ് ലോൺ എടുത്തിട്ടുള്ളതെന്നും ബാങ്ക് പ്രസിഡന്റ് AV ചന്ദ്രൻ പറഞ്ഞു. ബാങ്കിന് കിട്ടാനുള്ളത് 85,03,103 രൂപയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബാങ്കിന് എത്ര നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പറയണമെങ്കിൽ നൈജോയുടെ ഭൂമിയുടെ ലേലം കണക്കാക്കി മാത്രമേ നഷ്ടം പറയാൻ സാധിക്കൂവെന്നും പറഞ്ഞു. ഭൂമി നിയമപരമായി നടപടി പൂർത്തീകരിച്ച് നഷ്ടം നികത്താൻ സാധിച്ചില്ലെങ്കിൽ നൈജോയുടെ പേരിൽ വേറെ ഭൂമിയുണ്ടെങ്കിൽ അതിലും നടപടിയെടുക്കാൻ നിയമപരമായി അവകാശമുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. കൊടകര ഫാമേഴ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച നടക്കുന്നതിനാലാണ് ഈ സംഭവം എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ ഇവിടത്തെ കോൺഗ്രസിന്റെ പ്രമുഖൻ ശ്രമിക്കുന്നതെന്നും പ്രസിഡന്റ് ആരോപിച്ചു. നടനും MLAയുമായ മുകേഷിന് കൂടുതൽ കുരുക്ക്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ തൃശൂർ വടക്കാഞ്ചേരിയിലും കേസ്. വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്നാണ് നടിയുടെ പരാതി. വാഴാലിക്കാവിലെ ഷൂട്ടിംഗ് ചിത്രീകരണത്തിനിടെയാണ് സംഭവം. ഹോട്ടൽ മുറിയിൽ വെച്ച് കയറി പിടിക്കാൻ ശ്രമിച്ചെന്നും ബെഡിലേക്ക് തള്ളിയിട്ടെന്നുമാണ് പരാതി. വടക്കാഞ്ചേരി പോലീസാണ് കേസെടുത്തത്. മുകേഷിനെതിരെ നേരത്തെ എടുത്ത കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ നാളെ മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കും. മുകേഷിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും. രഹസ്യമൊഴിക്ക് പിന്നാലെ ഇന്നലെ മുകേഷിന്റെ കൊച്ചിയിലെ വില്ലയിലും അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാകുന്നുണ്ടെങ്കിലും ആവശ്യം തള്ളുകയാണ് LDF നേതൃത്വം. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുമെന്നാണ് പ്രതിപക്ഷ നിലപാട്. നടിയുടേത് ബ്ലാക്ക് മെയിലിംഗ് ആണെന്നും മുകേഷിന്റെ വാദം. ഇതിന്റെ തെളിവുകൾ മുകേഷ് അഭിഭാഷകന് കൈമാറിയിരുന്നു. രഹസ്യമൊഴിക്ക് പിന്നാലെ ഇന്നലെ മുകേഷിന്റെ കൊച്ചിയിലെ വില്ലയിലും അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. മുരിങ്ങൂര് മുതൽ പൊങ്ങം വരെയുള്ള ദേശീയപാതയിലെ നിർമ്മാണ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി MPയും MLAയും അടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിൽ അടിപ്പാതയും കൊരട്ടിയിൽ മേൽപ്പാലവും നിർമ്മിക്കും മുൻപ് മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെയുള്ള ദേശീയപാതയുടെ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ബെന്നി ബെഹനാൻ MP നിർദ്ദേശിച്ചു. നിയോജക മണ്ഡലത്തിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആശങ്കകളും ആവശ്യങ്ങളും സംസ്ഥാന സർക്കാരിനെയും ദേശീയപാത അധികൃതരെയും അറിയിക്കുമെന്നും MP പറഞ്ഞു. കൊടകര മുതൽ പോട്ട വരെ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും സർവീസ് റോഡ് സജ്ജമാക്കുന്നതിന് അനുമതിയായി. നിർമ്മാണം വൈകാതെ ആരംഭിക്കും. പോട്ടയിൽ അടിപ്പാത നിർമ്മിക്കും. നിർമ്മാണവുമായി ബന്ധപ്പെട്ടുയർന്ന ജനങ്ങളുടെ ആശങ്കകൾക്കും പരാതികൾക്കും പരിഹാരം കാണാനായിരുന്നു ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ സംഘടനാ പ്രതിനിധികളുടെയും യോഗവും സന്ദർശനവും നടത്തിയത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപക പരാതികളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവലോകനവും ചർച്ചയും നടത്തിയത്.
കൊരട്ടിയിൽ 3 തൂണുകളിലുള്ള മേൽപ്പാലമാണ് നിർമ്മിക്കുന്നത്. 20 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകർ എത്തുന്ന കൊരട്ടിമുത്തിയുടെ തിരുനാളിനോട് മുന്നോടിയായി ഗതാഗത നിയന്ത്രണത്തിന് വകുപ്പുതല ക്രമീകരണം ഒരുക്കും. ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് മാനേജർ ബിജു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PC ബിജു, MS സുനിത, പ്രിൻസി ഫ്രാൻസിസ്, അമ്പിളി സോമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, കൊരട്ടി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി ജോസഫ്, സെക്രട്ടറി PV ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നുമുറി സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ 5:30 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം വെഞ്ചിരിപ്പ് ഉണ്ടായിരുന്നു. തുടർന്ന് 6:30 വിശുദ്ധ കുർബാനയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയും ഉണ്ടായിരുന്നു. തിരുനാൾ കുർബാനയ്ക്ക് റവറന്റ് ഫാദർ വിപിൻ കുരിശുതറ CMI മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡോക്ടർ ഫ്രീജോ പാറയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തു. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കൂർക്കഞ്ചേരി ചൊവ്വൂർ വളപ്പിൽ വീട്ടിൽ ആദിത്യദേവിനെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ കൂടെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന ആദിത്യദേവ് യുവതിയുടെ വീട്ടിലും തുടർന്ന് സ്വന്തം വീട്ടിലുമാണ് നിരവധി തവണ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത്. പിന്നീട് യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. യുവതിയുടെ പരാതി പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്ത യുവാവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നാഷണൽ ആയുഷ് മിഷന് കേരളം വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും പുതുക്കാട് ആയുഷ് പ്രൈമറി ഹോമിയോ ഹെൽത്ത് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ തണൽ സംഘങ്ങളുടെ സഹകരണത്തോടെ പുതുക്കാട് സെയിന്റ് ആന്റണീസ് ചർച്ച് മിനി പാരിഷ് ഹാളിൽ വെച്ച് വയോജനങ്ങൾക്കുള്ള ക്യാമ്പും പുതുക്കാട് വ്യാപാരി വ്യവസായി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള സഹകരണ ലാബിന്റെ സഹായത്തോടെ സൗജന്യ HB ഷുഗർ രക്തപരിശോധനയുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോമസുന്ദരൻ, വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, സെബി കൊടിയൻ, മെഡിക്കൽ ഓഫീസർ ഹോമിയോ പുതുക്കാട് ഡോക്ടർ മീനു വി, മെമ്പർമാരായ ആൻസി ജോബി, ഷാജു കാളിയര, ഫിലോമിന ഫ്രാൻസിസ്, സജീവൻ CP, TK ചാക്കുണ്ണി എന്നിവർ സംസാരിച്ചു. പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്ന ഡോക്ടർ BR അംബേദ്കർ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം നടത്തി. പരപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലുണ്ടായിരുന്ന SC സാംസ്കാരിക നിലയം 7 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച് പുതിയതായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്ന ഡോക്ടർ BR അംബേദ്കർ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KC പ്രദീപ്, MK ശൈലജ ടീച്ചർ, ബ്ലോക്ക് മെമ്പർ റീന ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ KV സുഭാഷ് സ്വാഗതവും സരിത തിലകൻ നന്ദിയും പറഞ്ഞു. ഫർണിച്ചർ വാങ്ങുന്നതിന് 2 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്താണ് അനുവദിച്ചത്. ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വേലൂർ കാവുങ്കൽ വീട്ടിൽ ജിഷ, വെള്ളറക്കാട് അമ്പലത്ത് വീട്ടിൽ അബ്ദുൽ സലാം, ഭാര്യ ഷംസിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഷംസിയയുടെ നില ഗുരുതരമാണ്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി വെള്ളറക്കാട് മനപ്പടിയിൽ ശനിയാഴ്ചയായിരുന്നു അപകടം. ഷംസിയയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നാട്ടിക ബീച്ചിൽ മത്സ്യബന്ധന ബോട്ട് നിയന്ത്രണം വിട്ട് കരയിലേക്ക് ഇടിച്ചു കയറി. മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിനിറങ്ങിയ ഫീനിക്സ് എന്ന ബോട്ടാണ് നാട്ടിക ബീച്ച് തെക്ക് നാഗയക്ഷി ക്ഷേത്രത്തിന് സമീപം കരയിലേക്ക് കയറിയത്. ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് സംഭവം. 14 തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. സ്രാങ്ക് ഉറങ്ങിയതിനെ തുടർന്ന് ദിശ തെറ്റി ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് പറയുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ.
ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊന്നക്കൊടിയിൽ വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും പൊള്ളലേറ്റ യുവാവ് മരിച്ചു. തണ്ടാപ്പള്ളി ആന്റുമകൻ 35 വയസ്സുള്ള അരുണാണ് മരിച്ചത്. പാലിയേക്കര ടോൾ നിരക്ക് വർധനവ്, AIYF പ്രതിഷേധം സംഘടിപ്പിച്ചു. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 85 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതായി ആക്ഷേപം. നടനും MLAയുമായ മുകേഷിന് കൂടുതൽ കുരുക്ക്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ തൃശൂർ വടക്കാഞ്ചേരിയിലും കേസ്. മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെയുള്ള ദേശീയപാതയിലെ നിർമ്മാണ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി MPയും MLAയും അടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. 3 മുറി സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.